അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം. അഫ്ഗാനിസ്ഥാനിൽ നിരപരാധികളെയും കുട്ടികളെയും ഉൾപ്പെടെ 20-ലേറെ പേരെ പാകിസ്ഥാൻ ബോംബിംഗിൽ കൊലപ്പെടുത്തി. മരിച്ചവർ സ്ത്രീകളും കുട്ടികളുമെന്ന് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ പക്തികയിലെ ബർമാലിലാണ് സാധാരണ ജനങ്ങൾക്ക് മീതെ വ്യോമാക്രമണം നടത്തിയത്. എന്തിനാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ ആക്രമിച്ചത് എന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാനുമായുള്ള അതിന്റെ തർക്കം തന്നെയാണ് കാരണം. ഇത്തരത്തിൽ അതിര് തർക്കത്തിന് സ്വന്തം എന്ന് പറയാവുന്ന മറ്റൊരു ഇസ്ലാമിക രാജ്യത്ത് കയറി സാധാരണക്കാർക്ക് മേലെ ബോംബിടാമോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടത് നമ്മുടെ നാട്ടിലെ സേവ് ഗാസക്കാരാണ്. പാകിസ്ഥാൻ പറയുന്നത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ കയറിയാണ് ആക്രമണം നടത്തിയത് എന്നാണ്. പാകിസ്ഥാന് ചുട്ട മറുപടി നൽകുമെന്നും അമേരിക്കയെ വരെ ഓടിക്കാൻ പറ്റുമെങ്കിൽ പാകിസ്ഥാൻ വെറും ഓലപ്പാമ്പാണ് എന്നും താലിബാന്റെ പ്രസ്താവനയും വന്നിരിക്കുന്നു. വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് താലിബാൻ പ്രതിരോധ മന്ത്രാലയം പ്രതിജ്ഞയെടുത്തു. അഫ്ഗാനിസ്ഥാന്റെ ഭൂമിയും പരമാധികാരവും സംരക്ഷിക്കുന്നത് അവരുടെ നിയമാനുസൃതമായ അവകാശമാണെന്ന് താലിബാൻ മന്ത്രാലയം പ്രസ്താവിച്ചു. ആക്രമണത്തെ അപലപിച്ചു. വസീരിസ്ഥാനി അഭയാർത്ഥികളും ലക്ഷ്യമിടുന്നവരിൽ ഉൾപ്പെടുന്നു എന്ന് താലിബാൻ പറഞ്ഞു. പാകിസ്ഥാൻ സ്ത്രീകളെയും കുട്ടികളെയും ഞങ്ങളുടെ രാജ്യത്ത് അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തിയെന്നും താലിബാൻ പറയുകയാണ്. പാകിസ്ഥാൻ ഉദ്യോഗസ്ഥർ വ്യോമാക്രമണം അതിർത്തിക്കടുത്തുള്ള താലിബാൻ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു നടത്തിയത്. പാകിസ്ഥാൻ സൈന്യവുമായി അടുത്ത സുരക്ഷാ വൃത്തങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത്. പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ തീവ്രവാദികളെ കയറ്റിവിട്ട് പ്രശ്നമുണ്ടാക്കുന്നുണ്ട്. കാശ്മീരിൽ ഭീകരന്മാരെ അയക്കുന്നത് പോലെ അഫ്ഗാനിസ്ഥാന്റെ ഭൂമിയും പിടിക്കാൻ പാകിസ്ഥാൻ ഭീകരന്മാരെ അയക്കുന്നുണ്ട്. പാകിസ്ഥാൻ താലിബാൻ അല്ലെങ്കിൽ തെഹ്രിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്നൊക്കെയാണ് ഈ സംഘടനകളുടെ പേരുകൾ. താലിബാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവ് ഇനായത്തുള്ള ഖാരസ്മി പാകിസ്ഥാൻ അവകാശവാദങ്ങൾ നിരസിക്കുകയും സിവിലിയൻ ആളുകൾ കൂടുതലും വസീരിസ്ഥാനി അഭയാർത്ഥികളാണ് എന്നും പറഞ്ഞു. ആക്രമണത്തിൽ നിരവധി കുട്ടികളും മറ്റ് സാധാരണക്കാരും രക്തസാക്ഷികളാവുകയും പരിക്കേൽക്കുകയും ചെയ്തു. എന്നാൽ ഔദ്യോഗിക മരണസംഖ്യകൾ നൽകിയിട്ടില്ല എന്ന് ഖ്വാരസ്കി കൂട്ടിച്ചേർത്തു. സ്ത്രീകളും കുട്ടികളും അടക്കം 15 മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് എന്നും തിരച്ചിൽ തുടരുന്നതിനാൽ മരണസംഖ്യ ഉയരുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു. പാകിസ്ഥാനിലെ ഗോത്രമേഖലയിലെ സൈനിക നടപടികളിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട സാധാരണക്കാരാണ് വസീരിസ്ഥാനി അഭയാർത്ഥികൾ. എന്നിരുന്നാലും നിരവധി TTP കമാൻഡർമാരും പോരാളികളും അഫ്ഗാനിസ്ഥാനിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് എന്നും അവിടെ അതിർത്തി പ്രവിശ്യകളിൽ അഫ്ഗാൻ താലിബാൻ അവരെ സംരക്ഷിക്കുന്നു എന്നും പാകിസ്ഥാൻ വാദിക്കുന്നു. പാകിസ്ഥാനും അഫ്ഗാൻ താലിബാനും തമ്മിൽ കുറച്ചുകാലമായി സംഘർഷം നിലനിൽക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നും ധാരാളം പേർ അഫ്ഗാനിസ്ഥാനിൽ അഭയാർത്ഥികളായി എത്തുന്നുണ്ട്. മധ്യേഷ്യയുടെ കവാടം എന്നറിയപ്പെടുന്ന അഫ്ഗാനിസ്ഥാൻ അധിനിവേശങ്ങളുടെ നാടാണ്. വിവിധ പേർഷ്യൻ സാമ്രാജ്യങ്ങൾ, അലക്സാണ്ടർ ചക്രവർത്തി, വിവിധ തുർക്കി വംശജർ, അറബികൾ, ജംഗീസ് ഖാൻ തുടങ്ങിയവരെല്ലാം പല കാലങ്ങളിലായി ഇവിടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു. പിൻകാലത്ത് മുസ്ലിം വ്യവസായികൾ എത്തുകയും അവർ ആധിപത്യം പിടിച്ചെടുക്കുകയുമായിരുന്നു. 7-ാം നൂറ്റാണ്ടിലാണ് അറബികൾ അവിടെ എത്തി ആധിപത്യം സ്ഥാപിച്ചത്. ഇസ്ലാമിക കക്ഷികൾ തമ്മിലുള്ള നീണ്ട പോരാട്ടങ്ങൾക്കൊടുവിൽ കടുത്ത മൗലിക മത നിലപാടുകളുള്ള താലിബാൻ സേന 1996-ൽ അഫ്ഗാനിസ്ഥാനിൽ ആധിപത്യം ഉറപ്പിച്ചു. എന്നാൽ ഒസാമ ബിൻ ലാദനെ പോലുള്ള ഭീകരർക്ക് അഭയം നൽകി തുടങ്ങിയതോടെ അമേരിക്ക അടക്കം പാശ്ചാത്യർ താലിബാനെതിരെ തിരിഞ്ഞു. സെപ്റ്റംബർ 11-ലെ ഭീകര ആക്രമണത്തെ തുടർന്ന് അൽ ഖ്വയ്ദ ഭീകരർക്ക് സംരക്ഷണം നൽകിയെന്ന പേരിൽ അമേരിക്കയും നാറ്റോ സഖ്യസേനയും 2001 നവംബറോടെ താലിബാൻ ഭരണകൂടത്തെ യുദ്ധത്തിലൂടെ പുറന്തള്ളുകയായിരുന്നു. 2001 മുതൽ അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ ഏകദേശം 2 ലക്ഷത്തിലധികം പേരാണ് അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടത്. അഫ്ഗാനിസ്ഥാനിലെ പോരാട്ടത്തിന്റെ ഫലമായി 1,06,000-നും 1,70,000-നും ഇടയിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കുകൾ. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.